ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുവെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ. ലഹരി ഉപഭോഗവും വിതരണവും തടയുന്നതിന് കർശന നടപടികൾ ഉണ്ടാവുമെന്നും SP. ജില്ലയിൽ ലഹരി ഉപഭോഗവും വിതരണവും തടയുന്നതിന് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിനായി പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ വിവിധ MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് പൊതുസമൂഹത്തിന്റെ സഹായം കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ക്യാമ്പ് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന പരാതി ലഭിച്ചിരുന്നതായും ഈ പരാതി സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിച്ചതായും പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നതായും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. ജില്ലയിൽ ജൽജീവൻ മിഷൻ പദ്ധതി അടക്കമുള്ള വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട റോഡുകൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് നജീബ് കാന്തപുരം MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 66ന്റെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രൈനേജുകൾ അശാസ്ത്രീയമായാണ് നിർമ്മിക്കുന്നതെന്നും ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം ജില്ലയിൽ 2 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നും P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. പണി പൂർത്തിയായ പല ഭാഗങ്ങളിലും റോഡ് തുറന്നു കൊടുക്കുന്നില്ല. ഇതുമൂലം വൻ ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ അനുഭവപ്പെടുന്നതെന്നും MLA പറഞ്ഞു. നിസ്സാരമായ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ജില്ലയിൽ പല വൻകിട വികസന പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കണമെന്ന് UA ലത്തീഫ് MLA ആവശ്യപ്പെട്ടു. മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമല്ലെന്നും മരുന്നുക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന UDID കാർഡിനുള്ള 18,000-ഓളം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഇക്കാര്യം പരിഹരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. UDID കാർഡുകൾ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുമെന്നും ഇതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ പുതുതായി അനുവദിച്ച +2 ബാച്ചുകളിൽ 25 കുട്ടികളിൽ താഴെ മാത്രം പ്രവേശനം നേടിയ 6 ബാച്ചുകൾ പ്രവർത്തിക്കുന്നതായി ഹയർ സെക്കൻഡറി മേഖല ഉപമേധാവിയുടെ ഓഫീസ് TV ഇബ്രാഹിം MLA-യുടെ ചോദ്യത്തിന് ഉത്തരമായി അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗത്തിൽ വിവിധ MLA-മാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ സമയബന്ധിതമായി മറുപടികൾ ലഭ്യമാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹറലി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ MLA-മാരായ P. ഉബൈദുള്ള, TV ഇബ്രാഹിം, UA ലത്തീഫ്, നജീബ് കാന്തപുരം, P. അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ്, വിവിധ MLA-മാരുടെ പ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.